ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മോഡൽ അപ്ഡേറ്റഡ് റെനോൾഡ് കൈഗറിൻ്റെ എമോഷൻ എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. അപ്പോൾ ഈ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സിലുള്ള ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്, എത്രയാണ് ഇതിൻ്റെ അപ്ഡേറ്റഡ് എക്സ് ഷോറൂം പ്രൈസ്. സാധാരണ നമ്മൾ വീഡിയോയിൽ ഓൺ റോഡ് പ്രൈസാണ് ഉൾപ്പെടുത്താറ്. ഇപ്പോൾ ടാക്സിൻ്റെ ഒരു ഡിപ്രീസിയേഷൻ വന്നതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് എക്സ് ഷോറൂം പ്രൈസാണ് പറയാനായിട്ട് പറ്റുക. പഴയ പ്രൈസ് എത്രയായിരുന്നു, ടാക്സിന് ശേഷം വരുന്ന എക്സ് ഷോറൂം പ്രൈസ് എത്രയാണ്. ഇപ്പോൾ ഈ ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ നിലവിലുള്ള ഓൺ റോഡ് പ്രൈസും നമുക്ക് വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. കാരണം പുതിയ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വരുമ്പോൾ ടാക്സിൻ്റെ ഡിഫറൻസ് വന്നതുകൊണ്ട് റോഡ് ടാക്സിലും പിന്നെ മറ്റ് ഇൻഷുറൻസിലും എല്ലാത്തിലും പ്രൈസിലുള്ള ഡിഫറൻസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ ഒരു എക്സാക്ട് പ്രൈസ് നമുക്ക് സെപ്റ്റംബർ 22 ശേഷമാണ് അറിയാനായിട്ട് പറ്റുക. ഇപ്പോൾ നിലവിലുള്ള എക്സ് ഷോറൂം പ്രൈസ് എത്രയാണ്, എത്ര രൂപയുടെ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്, എന്തെല്ലാം ഫീച്ചേഴ്സാണ് ഈ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. 2025 മോഡൽ അപ്ഡേറ്റഡ് റെനോ കൈഗറിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻ്റായ എമോഷൻ വേരിയൻ്റാണ്. ഈ ഒരു കളറിന്ന് തന്നെ ഒരു ന്യൂലി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒയാസിസ് യെല്ലോ എന്ന് പറഞ്ഞ കളറാണ് ഇത്. അതിൻ്റെ ടോപ്പ് എൻഡ് ഡ്യുവൽ ടോൺ കളറാണ്. ഈ ഒരു കളർ നിങ്ങൾക്ക് ഇതിൻ്റെ തേർഡ് വേരിയൻ്റായ ടെക്നോ തൊട്ട് അവൈലബിൾ ആണ്. പുതിയ കൈഗർ ഇപ്പോൾ ശരിക്കും 4 വേരിയൻറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ബേസ് വേരിയൻ്റായിട്ട് ഒതൻറ്റിക്, സെക്കൻഡ് വേരിയൻ്റായിട്ട് എവല്യൂഷൻ, തേർഡ് വേരിയൻ്റായിട്ട് ടെക്നോ, ടോപ്പ് വേരിയൻ്റായിട്ട് എമോഷൻ. ഇങ്ങനെ 4 വേരിയൻറ്റുകളിലാണ് പുതിയ കൈഗർ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ ലുക്കൊക്കെ നോക്കുകയാണെങ്കിൽ എൻ്റയർലി ഒരു റീഡിസൈൻ ചെയ്ത ഫ്രണ്ട് ലുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതിലെടുത്ത് പറയേണ്ടത് റെനോയുടെ പുതിയ ലോഗോ ആണ്. ഈ ലോഗോ നമ്മൾ ആദ്യം കണ്ടത് അപ്ഡേറ്റഡ് ട്രൈബറിലാണ്. ഇപ്പോൾ കൈഗറിലും ആ അപ്ഡേറ്റഡ് ലോഗോ കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് ലുക്കൊക്കെ കുറച്ചും കൂടി ഒരു എന്താ പറയുക മോഡേൺ ലുക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ഫുൾ LED ഹെഡ്ലൈറ്റ് യൂണിറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ടോപ്പിലായിട്ട് നമുക്കിവിടെ ഒരു DRL കാണാം, അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ താഴെ ഹാലജൻ യൂണിറ്റ് ആയിട്ടാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്, അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ LED പ്യുവർ വിഷൻ എന്നുള്ള ഒരു 3 സ്ലോട്ടായിട്ടുള്ള LED ഹെഡ്ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ എക്സ്റ്റീരിയറിലെ ഡിസൈൻ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അകത്ത് നമുക്ക് ആ ഒരു ലോ ബീമിൻ്റെ അകത്തൊരു ക്രോം ഇൻസേർട്ടും ഹൈ ബീമിൻ്റെ അവിടെ ക്രോം ഫിനിഷ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇപ്പോൾ റീസെൻ്റ്ലി വന്നൊരു അപ്ഡേറ്റ് ആണ് LED ഫോഗ് ലൈറ്റ്. നമുക്ക് ഈ ടോപ്പ് എൻഡ് വരുന്ന LED ഫോഗ് ലൈറ്റ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രണ്ടിലെ ആ ഒരു എയർ ഡാമിൻ്റെ പോർഷൻസിന് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു സിൽവർ ഫിനിഷ് കാണാം. 205 mm ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഇതിൽ ഫ്രണ്ടിൽ ഒരു നമുക്ക് ക്യാമറയും കാണാം. 360 ക്യാമറ ശരിക്കും കൈഗറിൽ വരുന്നില്ല. ഒരു മൾട്ടി വ്യൂ ക്യാമറ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെ ആ ഒരു ഗ്രില്ലിൻ്റെ പോർഷൻ റീഡിസൈൻ ചെയ്ത രീതിയിലാണ്, കാണാൻ നല്ല ഭംഗി തരുന്നുണ്ട്. അതിൻ്റെ ടോപ്പിലായിട്ട് നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. അപ്പോൾ ഇതാണ് പുതിയ ഫ്രണ്ട് ലുക്ക്. പഴയ കൈഗറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി മോഡേൺ അല്ലെങ്കിൽ ഫീച്ചറിസ്റ്റിക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഡിസൈനിലുള്ള ഒരു 16 ഇഞ്ച് അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് 195 60R16 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിലെ കാലിപ്പേഴ്സ് ടർബോ വേരിയൻറ്റിലുള്ള റെഡ് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഡയമണ്ട് കട്ട് അലോയ്സ് ആണ്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. നമുക്കിവിടെ ടർബോ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. അതിനകത്ത് 6 ഒരു റെഡ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. ഡ്യുവൽ ടോൺ ആയതുകൊണ്ട് നമ്മളുടെ ഈ മിററിൻ്റെ പോർഷൻസ് എല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അതിനകത്ത് LED 10 ഇൻഡിക്കേറ്റേഴ്സ് ഇൻസൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വാഹനം ലോക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോ ഫോൾഡിംഗ് എന്നുള്ള രീതിയിലാണ് മിറേഴ്സ് കൊടുത്തിരിക്കുന്നത്. അത് ടോപ്പ് എൻഡ് ആയതുകൊണ്ടാണ് തേർഡ് വേരിയൻ്റ് തൊട്ട് നമുക്ക് ഓട്ടോ ഫോൾഡിംഗ് മിററിൻ്റെ ഓപ്ഷൻസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. അതിനകത്ത് ഒരു ഡിസൈൻ പാറ്റേൺ എന്നുള്ള രീതിയിൽ ലൈൻസ് കൊടുത്തിരിക്കുന്നത് കാണാം. അതൊരു ഓഫ് വൈറ്റ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. താഴെ വാഹനം ഒരു ബോൾഡ് ഡിസൈൻ തോന്നുന്ന രീതിയിൽ ഒരു ബ്ലാക്ക് ക്ലാഡിങ് വാഹനത്തിന് ചുറ്റുപുറവും പോകുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ്. പലരും ഇപ്പോൾ ബോഡി കളറിലേക്ക് കൊടുക്കുമ്പോൾ റെനോ വാഹനത്തിൻ്റെ ആ ഒരു ഡ്യുവൽ ടോൺ മാച്ച് ആവുന്ന രീതിയിൽ അത് ബോഡി കളറിലേക്ക് അല്ലെങ്കിൽ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് വരുന്നുണ്ട്. ഇതിനകത്ത് കീലെസ് എൻട്രിയുടെ ബട്ടൺസ് ഒന്നും കാണാൻ പറ്റില്ല. കാരണം ഈ സ്മാർട്ട് കീ ആണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള കീ ആണ്. അതിനകത്ത് റെനോയുടെ ലോഗോ കാണാം. നമ്മൾ വാഹനത്തിന് അടുത്തേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വാഹനം അൺലോക്ക് ആവുകയും വാഹനത്തിന് ദൂരെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവുന്ന ഒരു സ്മാർട്ട് കീയുടെ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. നമുക്ക് ടോപ്പിൽ റൂഫ് റെയിൽസ് കാണാം. അതൊരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 50 കിലോ വരെ നമുക്ക് ഈ റൂഫ് റെയിൽസിൽ ക്യാരി ചെയ്യാനായിട്ട് പറ്റും. ബാക്കിൽ നമുക്ക്
ഷാർഫിൻ ആൻറ്റിന കാണാം. വേറെ സൺറൂഫ് കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഒരു വേരിയൻറ്റിലും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ലുക്ക്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ നിന്നുള്ള ലുക്ക് കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് ഡിഫറൻസ് വന്നിട്ടില്ല. റീഡിസൈൻ ചെയ്തൊരു ബമ്പർ ബാക്കിൽ കാണാം. ബാക്കിലെ ടെയിൽ ലൈറ്റ് നമുക്ക് ഫുൾ LED ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റോപ്പ് ലൈറ്റ് കാര്യങ്ങൾ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അകത്ത് ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റും ഹാലജൻ ആയിട്ടാണ് വരുന്നത്. ടോപ്പിലേക്ക് വന്നാൽ നമുക്ക് സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അതിന് നടുക്കായിട്ട് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ ഗ്ലാസ് വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡിഫോറോട് കൂടിയ ഗ്ലാസ്സുകളാണ് വരുന്നത്. താഴേക്ക് വന്നാൽ നമുക്ക് ഇവിടെ ഒരു റെനോയുടെ പുതിയ ലോഗോ കാണാം. ടൈഗർ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. വേറെ വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊന്നും തന്നെ ബാക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവിടെ നമുക്കൊരു ക്രോം ലൈൻ ഈ ബൂട്ടിൽ കൊടുത്തിരിക്കുന്നത് കാണാം. അതൊരു എന്താ പറയുക, മാറ്റ് ഫിനിഷിലാണ് അത് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് 3 പാർക്കിംഗ് സെൻസേഴ്സാണ് ബാക്കിൽ വരുന്നത്. ബാക്കിലെ ആ ഒരു ബമ്പറിൻ്റെ പോർഷനിലും ആ ഒരു സിൽവർ ഫിനിഷ് കാണാം. അതിനകത്ത് റിഫ്ലക്ടേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിൽ ആ റീഡിസൈൻ ചെയ്ത ബമ്പറിൽ ഒരു സ്പോട്ടി എലമെൻ്റ് ഒക്കെ തരുന്ന രീതിയിൽ ലൈൻസ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓൾ ഓവർ ബാക്കിൽ നിന്നുള്ള ഒരു ലുക്ക്. നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ താഴെ ഇവിടെയായിട്ടാണ് നമുക്ക് റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നത്. എക്സാക്ട്ലി നമ്പർ പ്ലേറ്റിന് മുകളിലായിട്ടാണ് റിവേഴ്സ് ക്യാമറ വരുന്നത്. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ്. 405 ലിറ്ററാണ് ബൂട്ടിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നത്. പാഴ്സൽ ട്രേ കാര്യങ്ങൾ വരുന്നുണ്ട്. 60-40 സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ജോബ് ഡൺ എന്നുള്ള രീതിയിലാണ് സ്പെയർ വീല് കൊടുത്തിരിക്കുന്നത്. 165/80R14 ആണ് സ്പെയർ വീലിൻ്റെ സൈസ്. അത് റെഡ് ഫിനിഷിൽ സ്പെയർ വീലാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും ബൂട്ടിൽ വരുന്നില്ല. നമുക്ക് ഇനിയും ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതിൽ 360 ക്യാമറയുടെ ഒരു ഓപ്ഷൻ വരുന്നില്ല. പക്ഷേ നമുക്ക് 4 വശത്തും കാണാനായിട്ട് ആംഗിൾ ക്യാമറകൾ കൊടുത്തിട്ടുണ്ട്. മിററിൻ്റെ താഴെ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്യാമറയുടെ ലെൻസ് കാണാം. ഇനി നമുക്ക് വാഹനത്തിൻ്റെ അടുത്തേക്ക് വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വാഹനം അൺലോക്കായി അകത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇപ്പോൾ ഒരു ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. സീറ്റിനും ആ ഒരു സെയിം കളർ തന്നെ കൊടുത്തിരിക്കുന്നു. ടോപ്പ് പോർഷൻ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിലും സെൻറ്ററിലെ ഒരു ഓഫ് വൈറ്റ് കളറാണ് വരുന്നത്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. ബ്ലാക്ക് ആണ് ഫുൾ ഡോർ പാഡ് വരുന്നത്. ഡോർ ഹാൻഡിൽസ് നമുക്ക് ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ആ ഒരു സിൽവർ ഫിനിഷ് തന്നെ നമുക്ക് ഡോർ പാഡിലും കാണാനായിട്ട് പറ്റും. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം. ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗണിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെയൊക്കെ സോഫ്റ്റ് ടച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു വൈറ്റ് ഫിനിഷിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്ക് സ്പീക്കർ ഗ്രില്ല് കാണാം. ഇവിടെ ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാമായിരുന്നു. ഇപ്പോഴും ആ ഒരു പഴയ സിസ്റ്റം തന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് കാണാം. സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലെതറിഡ് വെന്റിലേറ്റഡ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ. അതിൽ റെനോയുടെ പുതിയ ലോഗോ കാണാം. നമ്മുടെ എക്സ്റ്റീരിയർ കളറിന് മാച്ച് ആവുന്ന രീതിയിൽ ഒരു സ്റ്റിച്ചിങ്ങും ഇതിനകത്ത് കൊടുത്തിരിക്കുന്നു. നമ്മുടെ സ്റ്റിയറിംഗ് വീലിനകത്ത് നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ് കാണാനായിട്ട് പറ്റും. സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനും ഇവിടെ താഴെയായിട്ട് മാനുവൽ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. AC വെൻസിന് ചുറ്റും എല്ലാം നമുക്കൊരു സിൽവറിൽ തന്നെ ബ്ലാക്ക് ഇൻസൈഡ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. അതിനകത്ത് ക്ലീൻ എയർ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യും. അപ്ഡേറ്റഡ് കൈഗർ ടോപ്പ് എൻഡ് വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു ബ്രാൻഡ് ന്യൂ ഇന്റീരിയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം ലേഔട്ട് സിമിലർ ആണെങ്കിലും ആ കളർ ടോണിലൊക്കെ ചേഞ്ച് വന്നതോടുകൂടി നമുക്കൊരു പുതിയ ഇന്റീരിയറിന്റെ ഫീൽ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാലും ഒരു ന്യൂ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഫുള്ളി ലെതർ റാപ്ഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സ്റ്റിയറിംഗ് വീലിനകത്ത് എക്സ്റ്റീരിയർ കളറിന്റെ രീതിയിൽ തന്നെയാണ് ആ സ്റ്റിച്ചിങ് വരുന്നത്. നടുക്ക് റെനോയുടെ പുതിയ ലോഗോ കാണാം. മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടതുവശം മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശം ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഇടതുവശത്തായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശം ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. പുതിയ അപ്ഡേറ്റ് പ്രകാരം ഓട്ടോ വൈപ്പർ, അതായത് റെയിൻ സെൻസിങ് വൈപ്പറും ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ക്ലസ്റ്ററിന്റെ ഡിസൈൻ കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. എഞ്ചിൻ ടെമ്പറേച്ചറും ഫ്യൂവൽ ഗേജും ഒരു ലൈറ്റിംഗ് ഫംഗ്ഷനോട് കൂടി കൊടുത്തിരിക്കുന്നു. അതിനകത്ത് മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി കാണാനായിട്ട് പറ്റും. പിന്നെ ട്രിപ്പ് എ ട്രിപ്പ് ബി പോലെയുള്ള ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. TPMS സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നിട്ടുണ്ട് ബേസ് വേരിയൻ്റ്. ഇപ്പോൾ ടോപ്പ് എൻഡിലേക്ക് ചെയ്യുമ്പോൾ ഓരോ വീലിൻ്റെയും പ്രഷർ എത്രയാണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും. പിന്നെ സർവീസ് ഹിസ്റ്ററി, ഫസ്റ്റ് സർവീസ് വരുന്നത് 10,000 കിലോമീറ്റർ ആണ്, 12 months, അതിൻ്റെ ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നു. അങ്ങനെ
അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഉൾപ്പെടുന്ന ഒരു ക്ലസ്റ്റർ യൂണിറ്റ് ആണ് വരുന്നത്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ പഴയ കൈകറിൽ കണ്ട സെയിം ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ തന്നെയാണ്. ഒരു 8 ഇഞ്ചിന്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. 4 സ്പീക്കറും 4 ട്രൂത്ത് കൂടിയ നല്ല ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റം ആണ് ഇതിനകത്ത് വരുന്നത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറയും ഇതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് മൾട്ടി ആംഗിൾ ക്യാമറ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിപ്പോൾ റിവേഴ്സ് ബാക്ക് വശത്തെ വ്യൂ ആണ് കാണുന്നത്. നമുക്ക് വാഹനത്തിന്റെ ഫ്രണ്ട് വ്യൂ കാണാനായിട്ട് പറ്റും. പിന്നെ ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, അങ്ങനെ 4 വ്യൂവിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ക്യാമറ നമുക്ക് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് സെൻട്രൽ കൺസോളിൽ തന്നെ ഒരു ക്യാമറയുടെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാമറ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് സ്ക്രീനിലേക്ക് വന്ന റേഡിയോ, മീഡിയ, ഫോൺ കണക്ട് ചെയ്യാനുള്ള ഡ്രൈവ് മോഡുകളുടെ ഓപ്ഷൻസ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസും കൂടി അതിന് അഡീഷണലി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴേക്ക് വന്ന AC വെന്റ്സ് കൊടുത്തിരിക്കുന്നു. ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് AC വെന്റ്സ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 സീറ്റുകളുടെ വെന്റിലേഷൻ ബട്ടണുകൾ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ വെന്റിലേറ്റർ സീറ്റിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ക്യാമറയുടെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ബാക്കിൽ ഡീഫോഗറിന്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഹാസാർഡ് ലൈറ്റിന്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ലോക്ക് ആൻഡ് അൺലോക്ക്, അങ്ങനെ ട്രാക്ഷൻ കൺട്രോളിന്റെ ഒരു ബട്ടൺ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള ഒരു ബട്ടൺ യൂണിറ്റ് കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ്. അതിൽ കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിൽ റൗണ്ട് ഡയൽസ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലാണ് വരുന്നത്. ആ ടെമ്പറേച്ചർ നമുക്ക് ഇവിടെയും കാണാം, നമ്മളെ ക്ലസ്റ്ററിലും കാണാനായിട്ട് പറ്റും. താഴേക്ക് വന്നാൽ ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ്. അതിനോട് ചേർന്ന് ഇവിടെ നമുക്ക് ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. എഞ്ചിൻ സ്റ്റോപ്പ് സ്റ്റാർട്ടിന്റെ ബട്ടൺ കാണാം. പിന്നെ താഴെ നമുക്ക് ഇവിടെ വയർലെസ് ചാർജിങ്ങിന്റെ ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. അതിന് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നത് കാണാം. അതിനകത്ത് ആംബിയൻ ലൈറ്റിംഗിന്റെ ആണ്. നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ചെറിയ ലൈറ്റ് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ഡോർ പാഡിലും ലൈറ്റ്സ് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. അത് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടണാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ നമുക്ക് ഡ്രൈവ് മോഡുകൾ കൊടുത്തിരിക്കുന്നു. ഈക്കോ, സിറ്റി, 3 ഡ്രൈവ് മോഡുകളാണ് വരുന്നത്. ഇതിപ്പോൾ ഈക്കോ മോഡിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ക്ലസ്റ്ററിൽ ഒരു ഗ്രീനിഷ് കളറിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് കാണാം. നമ്മൾ സ്പോർട്ട് മോഡിലേക്ക് വരികയാണെങ്കിൽ അതൊരു റെഡ് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. ഈ സെൻട്രൽ കൺസോളിലെ പോർഷൻസ് എല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. 5 സ്പീഡ് മാനുവൽ ഗിയർ ലിവറാണ്. അതിന് ടോപ്പിൽ നമുക്ക് ആ ഒരു ക്രോം ഇൻസെറ്റ് കാണാനായിട്ട് പറ്റും. അവിടെ ഒരു സെൻറ്റർ ആംബ്രസ്റ്റ് വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് കുഷനോട് കൂടിയ സെൻറ്റർ ആംബ്രസ്റ്റ് ആണ് വരുന്നത്. അതിനകത്ത് ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അത്യാവശ്യം ഒത്തിരി സാധനങ്ങൾ ഇതിനകത്ത് വെക്കാനായിട്ട് പറ്റും. വളരെ ഡീപ്പായിട്ട് വലിയ സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോടുകൂടി വെന്റിലേറ്റഡ് സീറ്റുകൾ കാണാം. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് അതിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ്. കോ ഡ്രൈവേഴ്സുകളുടെ സൺവൈസസ് വിത്ത് മിററാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫ്രെയിംലെസ് ആയിട്ടുള്ള ഓട്ടോ ഡിമ്മിങ്ങോട് കൂടിയ IRVMs കൊടുത്തിരിക്കുന്നു. അകത്ത് റീഡിംഗ് ലൈറ്റുകൾ LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡറാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിലായിട്ട് നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അകത്തും നമുക്ക് താഴെയായിട്ട് നമുക്ക് ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം. അതിൽ കൂൾഡ് ഫീച്ചറോട് കൂടിയിട്ടാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ലൈറ്റ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് എന്താണെങ്കിലും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് സ്റ്റോറേജ് അത്യാവശ്യത്തിന് സ്ഥലം ഇതിനകത്ത് വരുന്നുണ്ട്. ഡോർ പോക്കറ്റ്സ് വരുന്നുണ്ട്. ഇവിടെ 2 ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സെൻറ്ററിലും സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഏകദേശം ഒരു 80 ഡിഗ്രിയിലൊക്കെ വൈഡായിട്ട് തുറക്കാനായിട്ട് പറ്റും. ഡോർ പാഡ് ഫ്രണ്ടിൽ കണ്ട പോലെ ഫുൾ ബ്ലാക്ക് ഫിനിഷാണ്. ഇവിടെ നമുക്കൊരു സോഫ്റ്റ് ടച്ച് വൈറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിനകത്തൊരു സിൽവർ ഫിനിഷ് കാണാം. അകത്തും നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഗില്ല്, ട്യൂട്ടർ ഗില്ലേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബോട്ടിൽ ഹോൾഡർ കാണാം. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് താഴെ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കാര്യങ്ങൾ വരുന്നു. Type C ചാർജിംഗ് പോർട്ട് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഐസോഫിക്സ് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻ കാണാം. ബാക്കിലും ലെതറേറ്റ് സീറ്റുകളാണ്. സെൻറ്റർ ആംബ്രസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സും ഒരു ഫോൺ ഹോൾഡറും കാണാനായിട്ട് പറ്റും. സെൻറ്റർ പാസഞ്ചറിന് എന്താണെങ്കിലും ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിലുള്ള 2 ഹെഡ് റെസ്റ്റുകൾ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്യുക. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് ഈ റൂം കാണാം. സീറ്റ് സ്കൂപ്പ് ഔട്ട് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 12 സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. അത്യാവശ്യം വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട്. അതും LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഗ്രാബ് ഹാൻഡിൽസ് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ് 2 വശത്തും കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ പാർസൽ ട്രേ പോലെയുള്ള ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നടുക്കൊരു പാസഞ്ചർ ഇല്ല എങ്കിൽ സെൻറ്റർ ആംസ്റ്റെല്ലാം വെച്ച് നല്ല കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലെ സീറ്റ് അത്യാവശ്യം ഉയർന്നൊരു സീറ്റിംഗ് പൊസിഷനാണ്. അതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിലെ കാഴ്ചകളെല്ലാം കണ്ട് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം. അപ്ഡേറ്റഡ് റെനോ കൈഗറിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ഗ്ലോബൽ എൻക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് റെനോൾഡ് കൈഗർ.
21ഓളം സേഫ്റ്റി ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് കൈകാറിൽ റെനോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, TPMS, അങ്ങനെ 21ഓളം സേഫ്റ്റി ഫീച്ചേഴ്സ് ബേസ് വേരിയന്റ് തൊട്ടേ സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യം പ്രത്യേകിച്ചൊന്നും നോക്കേണ്ട കാര്യമില്ല, സേഫസ്റ്റ് കാർ എന്ന് തന്നെ പറയാം. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ പ്രത്യേകിച്ച് യാതൊരു ചേഞ്ചസും പഴയ കൈഗറുമായിട്ട് വന്നിട്ടില്ല. നമുക്ക് ഒരു എഞ്ചിനാണ് വരുന്നത്, അത് 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. അതിൽ തന്നെ ടർബോ വേരിയന്റും അവൈലബിൾ ആണ്, അതിൽ ഓട്ടോമാറ്റിക്കും മാനുവലും വരുന്നുണ്ട്. ഇപ്പം നോൺ ടർബോ വാഹനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 72 PS ആണ് പവർ വരുന്നത്, വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് AMT ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. മൈലേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ 20 കിലോമീറ്റർ അടുത്താണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. റിയൽ ലൈഫിൽ ഒരു 15നും 16 ഇടയ്ക്കൊക്കെ നമുക്ക് ആവറേജ് എക്സ്പെക്ട് ചെയ്യാം. ആ സെയിം എഞ്ചിനിൽ തന്നെ ടർബോ ഓപ്ഷൻ അവൈലബിൾ ആണ്. അത് 99 HP ആണ് വരുന്നത്, 160 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. കൈകറൊക്കെ എടുക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ആ ടർബോ എഞ്ചിനിലേക്ക് പോകണമെന്ന് തന്നെയാണ് പറയുക. ഓടിക്കാൻ നല്ല രസമാണ്. അത് വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് CVT ഗിയർ ബോക്സിലോട് കൂടിയാണ് അത് വരുന്നത്. അതിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 18 km/ലിറ്റർ ഒക്കെയാണ്. റിയൽ ലൈഫിൽ നമുക്ക് ആവറേജ് ഒരു 14നും 15നും ഇടയ്ക്കൊക്കെ എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് ഷോറൂമിൽ നിന്ന് തന്നിരിക്കുന്ന ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് എക്സ് ഷോറൂം പ്രൈസ് ആണ്. അതായത് പഴയ പ്രൈസ് എത്രയാണ്, GSTയുടെ എത്ര രൂപ കുറവ് വന്നിട്ടുണ്ട്, ആ കുറവിന് ശേഷമുള്ള എക്സ് ഷോറൂം പ്രൈസ് എത്രയാണ് അത് നോക്കാം. ബേസ് വേരിയന്റ് ആയിട്ടുള്ള ഒതന്റിക് വേരിയന്റിന് എക്സ് ഷോറൂം പ്രൈസ് വന്നിരുന്നത് 6,29,999 രൂപയാണ്. അതായത് 6,30,000 രൂപ. ആ വാഹനം ഇപ്പോൾ നിങ്ങൾക്ക് 5,76,000 രൂപയ്ക്ക് എക്സ് ഷോറൂം പ്രൈസ് വരുന്നുള്ളൂ. അതിന് ഏകദേശം 53,695 രൂപയാണ് കുറവ് വന്നിരിക്കുന്നത്. GSTയിലെ ഡിഫറൻസ് മാത്രമാണ് ഈ പറയുന്നത്. സെക്കൻഡ് വേരിയന്റായ എവല്യൂഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വാഹനത്തിന് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 7,10,000 രൂപയായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് 6,49,000 രൂപയ്ക്ക് ആ വാഹനം ഓൺ റോഡ് ഇറക്കാം. 60,000 രൂപ കുറവ് വന്നിട്ടുണ്ട്. സെക്കൻഡ് വേരിയന്റിൽ തന്നെ നിങ്ങൾക്ക് AMT അവൈലബിൾ ആണ്. അതിന് എക്സ് ഷോറൂം പ്രൈസ് വന്നിരുന്നത് 7,60,000 രൂപയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 6,95,000 രൂപയ്ക്ക് ആ വാഹനം ഓൺ റോഡ് ഇറക്കാം. ഏകദേശം 64,795 രൂപയാണ് ആ വാഹനത്തിന് GSTയിലുള്ള ഡിഫറൻസ് ലഭിച്ചിരിക്കുന്നത്. തേർഡ് വേരിയന്റായ ടെക്നോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെക്നോ വേരിയന്റിന് 8,20,000 രൂപയാണ് ടെക്നോ മാനുവലിന് എക്സ് ഷോറൂം പ്രൈസ് വന്നിരുന്നത്. അത് 7,50,000 രൂപയായിട്ട് ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതായത് 69,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ്, അതല്ലെങ്കിൽ GSTയുടെ കുറവ് വന്നപ്പോൾ 69,000 രൂപയുടെ കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ തേർഡ് വേരിയന്റായ ടെക്നോ മാനുവൽ വേരിയന്റ് നിങ്ങൾക്ക് 7.5 ലക്ഷം രൂപയ്ക്കോ എക്സ് ഷോറൂം പ്രൈസ് ലഭിക്കും. അതിൻ്റെ AMTയിലേക്ക് വന്നാൽ ടെക്നോ വേരിയന്റിൽ നമുക്ക് AMT അവൈലബിൾ ആണ്. AMTയിലേക്ക് വന്നു കഴിഞ്ഞാൽ 8,70,000 രൂപയായിരുന്നു പ്രൈസ്. അതിപ്പോൾ 7,95,000 രൂപയായിട്ടുണ്ട്. ഏകദേശം 74,000 രൂപയുടെ കുറവാണ് വന്നിരിക്കുന്നത്. ടെക്നോ വേരിയന്റിൽ തന്നെ നമുക്ക് ടർബോ CVT അവൈലബിൾ ആണ്. ടർബോ മാനുവൽ വരുന്നില്ല, CVT വരുന്നുണ്ട്. CVTക്ക് 9,95,000 രൂപയായിരുന്നു വന്നിരുന്നത്, അതായത് 10 ലക്ഷം രൂപ താഴെ. ആ വാഹനം ഇപ്പോൾ നിങ്ങൾക്ക് 9,14,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. അതായത് 85,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് CVT, അതായത് ഓട്ടോമാറ്റിക് വേരിയന്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 8.5 ലക്ഷം രൂപ 9,14 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 11 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ ഇതിൻ്റെ കൈഗറിൻ്റെ പുതിയ CVT ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ടെക്നോ വേരിയന്റ് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പ് എൻഡ് വേരിയന്റിലേക്ക് വന്നാൽ, അതായത് ഇമോഷൻ നോൺ ടർബോ മാനുവൽ വേരിയന്റിന് എക്സ് ഷോറൂം പ്രൈസ് വന്നിരുന്നത് 9,14,000 രൂപയാണ്. അതിപ്പോൾ GSTയുടെ ഡിഫറൻസ് കഴിഞ്ഞ് 8,37,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. അതായത് 78,000 രൂപയുടെ കുറവാണ് ആ വാഹനത്തിന് വന്നിരിക്കുന്നത്, അതായത് ടോപ്പ് എൻഡ് നോൺ ടർബോ വാഹനത്തിന്. ഇതിൻ്റെ ടർബോ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തിരിക്കുന്ന ടർബോ മാനുവൽ വേരിയന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 9,99,999, 10 ലക്ഷം രൂപയിൽ 1 രൂപ കുറവായിരുന്നു ഷോറൂം പ്രൈസ്. അതിപ്പോൾ 9,14,000 ആയിട്ടുണ്ട്. അതായത് 85,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ 9,14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ 11 ലക്ഷം രൂപ താഴെ നിങ്ങൾക്ക് ഈ കാണുന്ന ടോപ്പ് എൻഡ് വേരിയന്റ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ തന്നെ ടോപ്പ് എൻഡ് CVTയിലേക്ക് വന്നു കഴിഞ്ഞാൽ 11,30,000 രൂപയായിരുന്നു ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എക്സ് ഷോറൂം പ്രൈസ് വന്നിരുന്നത്. അത് നിങ്ങൾക്കിപ്പോൾ 10,33,000 രൂപയ്ക്ക് ഇറക്കാം. അതായത് ഏകദേശം 96,000 രൂപയുടെ ഡിഫറൻസ് GSTയിലെ ഡിഫറൻസ് മാത്രമാണ്. അതിപ്പോൾ നിങ്ങൾക്ക് റോഡ് ടാക്സിലെ ഡിഫറൻസും ഇൻഷുറൻസിലെ ഡിഫറൻസ് ഒക്കെ വരുമ്പോൾ ഏകദേശം 1,10,000 രൂപയുടെ അടുത്ത് ഈ വാഹനത്തിന് കുറവ് വരും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെ വന്നാൽ നിലവിൽ എൻ്റെ ഓൺ റോഡ് പ്രൈസ് 13,95 ആണ്. ഒരു 12.5 ലക്ഷം അല്ലെങ്കിൽ 12,70,000 ബഡ്ജറ്റിനൊക്കെ നിങ്ങൾ ഈ കാണുന്ന ടോപ്പ് എൻഡ് CVT ഓട്ടോമാറ്റിക് ഓൺ റോഡ് ഇറക്കാം.
അപ്പോൾ സെപ്റ്റംബർ 22 ശേഷം നമുക്ക് എക്സാക്ട് ഓൺ റോഡ് പ്രൈസ് അറിയാനായിട്ട് പറ്റും. അത് വേണമെങ്കിൽ നമുക്ക് അതിന് ശേഷം അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം നിലവിലുള്ള ടാക്സിൽ മാത്രം വന്നിരിക്കുന്ന ഡിഫറൻസ് ഇത്രയാണ്. അതിപ്പോൾ ബേസ് വേരിയന്റിന് ഏകദേശം 53,000 രൂപ തൊട്ട് ടോപ്പ് എൻഡ് CVT വന്നു കഴിഞ്ഞാൽ 96,000 രൂപയുടെ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ടാക്സിലെ കുറവ് മാത്രം. ഇനിയും അതിനെ ബേസ് ചെയ്തിട്ട് റോഡ് ടാക്സിൽ കുറവ് വരും, ഇൻഷുറൻസിൽ കുറവ് വരും, അങ്ങനെ എല്ലാത്തിലും കുറവ് വരുമ്പോൾ ഏകദേശം നല്ലൊരു എമൗണ്ട് എല്ലാ വാഹനങ്ങളിലും എല്ലാ വേരിയന്റുകളിലും കുറവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ വ്യൂസ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. റിനോട്ടിലുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. റിനോട്ടിന്റെ കൈഗർ മാത്രമല്ല ടൈബറോ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.